മലമടക്കുകളുടെ തണുപ്പും കോടമഞ്ഞിന്റെ മേലാപ്പും ആകാശത്തോളം ഉയർന്ന പച്ചപ്പ് നിറഞ്ഞ ഇടുക്കിയുടെ മണ്ണിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യ സൗന്ദര്യമുണ്ട്. അതെ, തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തതയും സമാധാനവും നേടുന്ന സഞ്ചാരികൾക്കായി മാത്രം കാത്തുവച്ചിരിക്കുന്ന ഒരു സ്വപ്ന ലോകം. അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മരതകമലയും കാറ്റാടിക്കടവും. കേരളത്തിൻ്റെ ഹൈറേഞ്ച് സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചിരിക്കുന്ന ഇടുക്കിയിലെ അധികം സഞ്ചാരികൾ എത്തിപ്പെടാത്ത ഒരു ഹിൽ സ്റ്റേഷനാണിത്. തൊടുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ സഞ്ചരിച്ച് മണ്ണപ്പുറത്തെത്തിയതിനു ശേഷം അവിടെ നിന്നും കഞ്ഞിക്കുഴി റൂട്ടിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ തന്നെ കാറ്റിൻ്റെ തണുപ്പും പ്രകൃതിയുടെ ഭാവമാറ്റങ്ങളും നമ്മെ വരവേൽക്കാൻ തുടങ്ങും. കമ്പകക്കാനം ചുരം കയറുമ്പോൾ തന്നെ ഹൈറേഞ്ചിന്റെ സൗന്ദര്യം ഏതൊരു സഞ്ചാരിയുടെയും മനം കവരും. നമ്മളിപ്പോൾ ചുരം കയറി ചെല്ലുന്നത് കള്ളിപ്പാറ ജംഗ്ഷനിലേക്കാണ്. കള്ളിപ്പാറയിൽ നിന്നാണ് നമുക്ക് കാറ്റാടിക്കടവിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കേണ്ടത്. കാറ്റാടിക്കടവിൽ നിന്ന് മഞ്ഞും തണുപ്പും ഒക്കെ അടിച്ച് മരതകമലയിലേക്കുള്ള ഒരു അടിപൊളി ട്രെക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ മലമുകളിലേക്ക് കയറി പോകുന്നതിനുള്ള ഒരു വഴി നമുക്ക് കാണാം. മരതകമലയുടെയും കാറ്റാടിക്കടവിൻ്റെയും ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് കാൽനടയായി 3 കിലോമീറ്റർ സഞ്ചരിക്കണം. ട്രെക്കിങ്ങിൽ കമ്പമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണിവിടം. നമ്മളിപ്പോൾ കാണുന്ന മരതകമലയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. കുറച്ചു ദൂരം വീതിയുള്ള വഴിയുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ദുർഘടമായ മലമ്പാതയാണ്. തുടക്കത്തിൽ കൃഷിയിടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. പിന്നീട് അങ്ങോട്ട് മരങ്ങളും അടിക്കാടുകളും ഒക്കെ നിറഞ്ഞ സ്ഥലത്തെ പച്ചപ്പുല്ലൊക്കെ വകഞ്ഞു മാറ്റി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിത്താരയൊക്കെ ഉണ്ട്. തികച്ചും വിജനമായ ഒരു സ്ഥലമായതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും ഫുഡും ഒക്കെ കരുതി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കാട്ടുചെടികളും പൂക്കളും ഒക്കെ കണ്ട് ഇളം കാറ്റൊക്കെ അടിച്ച് പ്രകൃതിയെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള ഒരു ട്രെക്കിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒടുവിൽ നമ്മൾ ആദ്യത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കാറ്റാടിക്കടവിലെ ഏറ്റവും ഉയരമുള്ള വ്യൂ പോയിന്റ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ യാത്ര കാറ്റാടിക്കടവിലെ വ്യൂ പോയിന്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇവിടെ നിന്നും മരതകമലയിലേക്ക് നീളുന്ന ഒരു സാഹസിക ട്രെക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. കാറ്റാടിക്കടവിലെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചരിത്ര സ്മാരകങ്ങളായ മുനേറകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ്. ഇതിന് താഴെ അഗാധമായ കൊക്കയായതുകൊണ്ട് വ്യൂ പോയിന്റിന് ചുറ്റും കൈവരിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ അനുഗ്രഹിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാച്ച് ടവറാണിത്. നമുക്കിനി ഈ വ്യൂ പോയിന്റിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വശത്ത് കൂണ് പോലെ ഉയർന്നു നിൽക്കുന്ന മരതകമലയും മറുവശത്ത് പച്ച പുതച്ച് നിൽക്കുന്ന വലിയ താഴ്വാര കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ വരവേൽക്കുന്നതിനായി ഇവിടെ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിമിഷ നേരം കൊണ്ടാണ് കാലാവസ്ഥ മാറുന്നത്. ചിലപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ കോടമഞ്ഞ് വന്ന് മൂടും. അതുപോലെ തന്നെ ഇവിടെ വീശി അടിക്കുന്ന തണുത്ത കാറ്റുള്ളത് കൊണ്ട് നമ്മുടെ ട്രക്കിങ്ങിന്റെ ക്ഷീണമെല്ലാം ഇവിടെ എത്തുമ്പോൾ മാറും. കോടമഞ്ഞിന്റെ വരവനുസരിച്ച് നമ്മുടെ കാഴ്ചയും മാറിക്കൊണ്ടിരിക്കും. ഇന്നെന്തായാലും നല്ലൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഏതൊരു സഞ്ചാരിയും ആഗ്രഹിച്ചു പോകുന്ന ക്ലൈമറ്റാണ് ഇന്നിവിടെ ഉള്ളത്. നല്ല തണുത്ത കോടമഞ്ഞൊക്കെ അടിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. ഈ മഞ്ഞൊക്കെ മാറിയിട്ട് വേണം നമുക്ക് മരതകമലയിലേക്ക് യാത്ര തുടരാൻ. നമുക്ക് സമീപം തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഈ മലയാണ്
മരതകമല. സാധാരണ ഇവിടെ വരുന്നവരെല്ലാം ഈ വ്യൂ പോയിന്റിൽ യാത്ര അവസാനിപ്പിക്കുകയാണ് പതിവ്. പക്ഷേ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ആ കാണുന്ന മരതകമലയുടെ മുകളിലെത്തണം. വഴി കുറച്ച് റിസ്ക് ആണെങ്കിലും കാഴ്ച അതിഗംഭീരം തന്നെയാണ്. നമുക്ക് താഴെ കാണുന്ന 2 മലകളുടെയും നടുവിലൂടെ ഇറങ്ങി വേണം മരതകമലയിലേക്ക് പോകാൻ. മരതകമല ഒരു മരതകക്കല്ല് പോലെ പച്ച പുതച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ മലയ്ക്ക് മരതകമല എന്ന് പേര് വന്നത്. കാറ്റാടിക്കടവിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ മരതകമലയിലേക്കുള്ള ട്രെക്കിംഗ് തുടങ്ങുകയാണ്. ഈ 2 മലനിരകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കുറച്ച് റിസ്ക് ഉള്ള കാട്ടുപാതയിലൂടെയുള്ള യാത്രയാണ് ഈ ട്രെക്കിങ്ങിന്റെ ഏറ്റവും ആവേശകരമായ ഭാഗം. കുത്തനെയുള്ള കല്ലിൻകൂട്ടത്തിനിടയിലൂടെ ഇറങ്ങി കാട്ടുവള്ളിയിലൊക്കെ പിടിച്ച് സാവധാനം ഇറങ്ങി വേണം നമുക്ക് താഴോട്ട് നീങ്ങാൻ. ഇത് വലിയൊരു റിസ്ക് ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം ആരോഗ്യമുള്ള എല്ലാവർക്കും ഇവിടെ പോകാൻ പറ്റും. കുട്ടികളെ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും കാട്ടുപൂകളും നിറഞ്ഞ അധികം ആരും എത്തിച്ചേരാത്ത കാടാണ് ഇവിടം. പോകുന്ന വഴിക്ക് പാറയുടെ മുകളിലൊക്കെ പ്രകൃതിയോട് മല്ലടിച്ചു വളരുന്ന മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ മരങ്ങൾക്ക് പകരം പുൽമേടുകൾ നിറഞ്ഞ മരതകമലയുടെ അടിഭാഗത്താണ് എത്തുന്നത്. കാറ്റാടിക്കടവ് വരെ ട്രെക്ക് ചെയ്ത് എത്താമെങ്കിൽ മരതകമലയിലേക്കുള്ള യാത്ര ഒരു പ്രശ്നമേ അല്ല. വളരെ പതുക്കെ നമുക്ക് നടന്ന് ഇതിന് മുകളിൽ എത്താവുന്നതാണ്. ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന പുൽച്ചെടികൾക്കിടയിൽ കൂടി നടന്നു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇടയ്ക്ക് നമുക്ക് പാറമുകളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം ക്ഷീണമൊക്കെ മാറ്റി മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മളിപ്പോൾ ദൂരെ കാണുന്നതാണ് നമ്മൾ ആദ്യം നിന്ന കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ്. എന്തായാലും ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമ്മൾ വീണ്ടും ആവേശത്തോടെ യാത്ര തുടരുകയാണ്. ഈ മലയിൽ മരങ്ങളില്ലാത്തതിനാൽ നമുക്കിവിടെ നിന്നും ഒരു 360 ഡിഗ്രി കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. മരതകമലയുടെ മുകളിൽ നിന്നും ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല അത്യുഗ്രൻ കാഴ്ച തന്നെയാണ്. ലോകത്തിലെ പച്ചപ്പിന്റെ നിറയിൽ നിൽക്കുന്നത് പോലെ തോന്നും. ഇതാണ് മരതകമലയുടെ നിറയിൽ നിന്നുള്ള കാഴ്ച. നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ളപ്പോൾ
ഭൂതത്താൻകെട്ട്, ഇലുവീഴ പൂഞ്ചിറ, തൊമ്മൻകുത്ത് എന്നീ പ്രദേശങ്ങൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ചുറ്റും വന്ന് നിറയുന്ന കോടമഞ്ഞ് മലമുകളിലൂടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഒഴുകി നീങ്ങുന്ന കാഴ്ച അത് അനുഭവിച്ച് തന്നെ അറിയണം. ഒരു വശത്ത് തൊമ്മൻകുത്ത് വനമേഖലയും മലങ്കര ജലാശയവും താഴ്വാര കാഴ്ചകളും, മറ്റൊരു വശത്ത് പശ്ചിമഘട്ട മലനിരകളും ഈ മലനിരകളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കോടമഞ്ഞും നല്ല തണുത്ത കാറ്റും നമുക്കൊരു നല്ല ഫീല് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് 4-5 കിലോമീറ്റർ ഒക്കെ നടക്കാമെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ തന്നെ ട്രെക്കിംഗ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു നല്ല വ്യൂ പോയിന്റ് ആണ് ഈ മരതകമലയും കാറ്റാടിക്കടവും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടുത്തെ നല്ല ഓർമ്മകളുമായി ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യാത്രയിൽ മറ്റൊരു മനോഹരമായ സ്ഥലവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.